സുസ്വാഗതം സുഹൃത്തുക്കളെ, 123 cook.in ഇത് നിങ്ങളുടെ സ്വന്തം അനുരൂപ് ജി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു ഒരു ഉഗ്രൻ സ്റ്റൈലിഷ് ടേസ്റ്റി പിസ്സ. പിസ്സ എന്ന് പറയുമ്പോഴത്തേക്കും കണ്ണാടിൽ കൂട്ടിലിരുന്ന് യൂണിഫോമിൻ്റെ തൊപ്പി വെച്ച് വീട്ടിൽ കൊണ്ടുതരുന്ന പിസ്സയല്ല, 20 മിനിറ്റിൽ വീട്ടിൽ കൊണ്ടുതരുന്ന പിസ്സയല്ല ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി പിസ്സ. ഇറ്റലിയിലെ നേപ്പിൾസിൻ്റെ തെരുവുകളിൽ സാധാരണക്കാരും പാവപ്പെട്ടവരും കഴിച്ചുകൊണ്ടിരുന്ന ഒരു സാധാരണ ഭക്ഷണമായിരുന്നു പിസ്സ എന്ന് പറയുന്നത്. അതിന് പലവിധ മാറ്റങ്ങൾ വന്നിട്ടാണ് ഇന്ന് കാണുന്ന പല ബ്രാൻഡുകളിലുള്ള പല രൂപത്തിലുള്ള പിസ്സയായി മാറിയിരിക്കുന്നത്. ഇന്ന് ലോകമെമ്പാടും പല ടൈപ്പ് പിസ്സകളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം കേരളത്തിന് വേണ്ടി നമുക്കൊരു പിസ്സ വേണ്ടേ? കേരളീയ രീതിയിൽ, കേരളീയമായ സ്റ്റൈലിൽ, എന്നാൽ പിസ്സയുടെ അതേ ടേസ്റ്റോട് കൂടിയുള്ളൊരു അടിപൊളി പിസ്സ നമുക്ക് വേണ്ടേ? അതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ അതിനു വേണ്ടി കുറച്ച് നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയൊരു പിസ്സയാണ് ഈ ദോശ പിസ്സ എന്ന് പറയുന്നത്. പേര് പറയുന്നത് പോലെ സാധാരണ ദോശമാവ് കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. അധികം സമയം വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾ പച്ചക്കറി കഴിക്കുന്നില്ലെങ്കിൽ അവരെ കൊണ്ട് പച്ചക്കറി കഴിപ്പിക്കാനുള്ള ഒരു ഉഗ്രൻ പണിയാണ് ഈ ദോശ പിസ്സ എന്ന് പറയുന്നത്. വീട്ടിൽ തന്നെ സാധാരണ ദോശക്കല്ലിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. ഇതിന് ഈസ്റ്റ് വേണ്ട, മൈദ വേണ്ട, ബേക്കിംഗ് പൗഡർ വേണ്ട, ബേക്കിംഗ് സോഡ വേണ്ട, ഓവൻ വേണ്ട, ഒന്നും വേണ്ട. സാധാരണ ദോശക്കല്ലിൽ സാധാരണ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് അവേ റെസിപ്പിയിലേക്ക് കിടക്കാം. ഒരു ഉഗ്രൻ ദോശ പിസ്സ. ദോശ പിസ്സ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ദോശമാവ്, ഒരു വലിയ ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, മോസറല്ല ചീസ്, കോൺസ്, ടൊമാറ്റോ കെച്ചപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, പിന്നെ കായവും. നമുക്കൊരു മീഡിയം സൈസ് സവാള മതി. ഒരു ചെറുതോ അല്ലെങ്കിൽ മീഡിയം സൈസോ ഉള്ള തക്കാളി മതി. ഒരു ക്യാപ്സിക്കം എനിക്ക് ചെറുത് കിട്ടിയില്ല, അതുകൊണ്ട് വലുത് തന്നെ എടുത്തു. പിന്നെ കുറച്ച് കോൺസും, ഒരു 8-10 കോൺസും എടുത്തിട്ടുണ്ട്. മോസറല്ല ചീസ് മിൽക്കി മിസ്റ്റിൻ്റെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ഈ സവാള ഒന്ന് പകുതിക്ക് മുറിച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഒരു ചെറുതോ അല്ലെങ്കിൽ മീഡിയം സൈസുള്ള ഒരു തക്കാളി വേണം നമുക്ക്. അത്യാവശ്യം നന്നായിട്ട് പഴുത്തതെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് നമ്മൾ സവാള മുറിച്ചതുപോലെ തന്നെ പകുതിയായിട്ട് മുറിക്കുക. നല്ല തക്കാളിയാണെന്ന് തോന്നുന്നു. അതെ, നല്ല തക്കാളിയാണ്. അധികം സീഡ്സ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. ഞാൻ അതിൻ്റെ ഞെട്ടെടുത്ത് കളഞ്ഞിട്ട് അതിനെ ഒന്ന് നീളത്തിൽ മുറിച്ചെടുക്കുകയാണ്. നമുക്ക് ആ ദോശയുടെ മുകളിലേക്ക് ഇടണമല്ലോ, പിസ്സ സ്റ്റൈലിൽ ദോശയുടെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നീളത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സീഡ്സ്, കുറച്ച് സീഡ്സ് ആണെങ്കിൽ അകത്തുള്ളത് കൊണ്ട് ആ സീഡ്സ് ഞാൻ റിമൂവ് ചെയ്ത് കളയാണ്. പിസ്സയ്ക്ക് ആ സീഡ്സ് കിടന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ക്യാപ്സിക്കം എടുക്കാം. ക്യാപ്സിക്കം ഒരു അത്യാവശ്യം സൈസുള്ള ക്യാപ്സിക്കമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയൊന്നും വലിപ്പം നമുക്ക് ആവശ്യമില്ല. ആദ്യം നമുക്കിതിനെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം എനിക്കിതിൻ്റെ ഒരു 4/1 മതിയായിരിക്കും ഒരു പിസ്സയ്ക്ക് വേണ്ടിയിട്ട്. ഈ ഒരു ചെറിയ കഷ്ണം ഞാൻ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്ത് ചെറുതായിട്ട്, തക്കാളിയും അരിഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. ഇനി നമ്മൾ മാറ്റിയെടുത്ത് വെച്ച സവാള ഉണ്ടല്ലോ, ആ സവാളയുടെ 2 പോർഷനെ രണ്ടായിട്ടാണ് മുറിക്കുന്നത്. ഒരു പോർഷനെ വളരെ ഫൈൻ ചോപ്ഡായിട്ടും ഒരു പോർഷനെ അത്യാവശ്യം വലിയ സൈസിലുമാണ് മുറിക്കുന്നത്. അതിൽ ഈ ഫൈൻ ചോപ്ഡായിട്ടുള്ള സാധനത്തിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു, കുറച്ച് ഉപ്പിട്ടു. ഇനി NSൻ്റെ കായപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടു. അതിൻ്റെ അളവൊക്കെ ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചേർക്കണം. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ കൂടി ചേർന്ന്, പറ്റുവാണെങ്കിൽ കുറച്ച് നേരം ഇതെടുത്ത് മാറ്റി വെക്കുന്നത് നന്നായിരിക്കും, എല്ലാം കൂടി അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പിസ്സയുടെ ബേസിൽ വരുന്ന ആ സോസിന് പകരമായിട്ട് കെച്ചപ്പും ഇതും കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ മാവിനുള്ള പരിപാടി നോക്കാം, ദോശ എടുക്കാനുള്ള പരിപാടി നോക്കാം. എണ്ണ തേച്ചു, ദോശക്കല്ലിലേക്ക് ഞാൻ നന്നായിട്ട് എണ്ണ തേച്ചു. നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം സിമ്മറിലേക്ക് വെച്ചതിന് ശേഷം വേണം നമ്മൾ ദോശമാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അധികം പരത്തരുത്, അത്യാവശ്യം കട്ടിയിൽ വേണം ഈ ദോശ വെക്കാൻ വേണ്ടി. കാരണം നമ്മൾ കുറച്ച് നേരം ഇത് ചൂടാക്കുന്നത് കൊണ്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരല്പം കട്ടിയിൽ വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട്. താഴ്വശം അല്പം ഒന്ന് ആയി കഴിയുമ്പോൾ തന്നെ ഇത് നേരെ അങ്ങ് മറിച്ചിടണം. അതായത് നമ്മുടെ ഈ തട്ട് ദോശ പരുവത്തിൽ, തട്ട് ദോശയുടെ ഏകദേശം സൈസിലാണ് ഞാൻ എടുക്കുന്നതും. കണ്ടോ, ജസ്റ്റ് ആയതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ കെച്ചപ്പ് ഒഴിക്കണം. അത് നന്നായിട്ട് അതിലേക്ക് തേച്ച് പിടിപ്പിക്കണം. ഇനിയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. ഇനി അതിലേക്ക് നമ്മൾ ആ സവാളയുടെ ഫൈൻ ചോപ്ഡായിട്ട് വെച്ചിരിക്കുന്ന മസാല വെക്കണം. ക്യാപ്സിക്കം എടുത്ത് വെക്കണം. പിന്നെ നമുക്ക് നമ്മുടെ ഒനിയൻസ്, വലിയ ഒനിയൻസ് എടുത്ത് വെക്കണം. ഇനി തക്കാളി വെക്കണം, കോൺസ് ഇടണം, തക്കാളി വെക്കണം. തക്കാളി വെച്ചതിന് ശേഷം
നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ആ മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗ്രേറ്റ് ചെയ്ത് നേരത്തെ എടുത്ത് വെക്കാം, പക്ഷേ എനിക്കിത് നേരെ ഇടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ നേരെ ഗ്രേറ്റ് ചെയ്തിട്ടു. ഇനി ഇതൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡ് നമുക്കിതൊന്ന് അടച്ച് വേവിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനിതൊരു ലിഡ് വെച്ച് കവർ ചെയ്തിട്ട് 30 സെക്കൻഡ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. അധികം സമയം നമുക്ക് കിട്ടില്ല, കാരണം ബാക്കിയുള്ളവർ പിസ്സ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷമാണ് അവരിത് നേരെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇത് നമ്മളെല്ലാം ഓൺ ദ തവയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, 30 സെക്കൻഡ് കഴിഞ്ഞു, നല്ല അടിപൊളി പിസ്സ റെഡി. ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി അതിലെല്ലാം പിടിച്ചിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് സ്റ്റിക്കായിട്ടുണ്ട്, താഴ്വശം കരിഞ്ഞിട്ടുമില്ല. ഇത് കണ്ടോ, നല്ല അടിപൊളി സൂപ്പർബ് സ്റ്റൈലിഷ് ടേസ്റ്റി ലുക്കുള്ള പിസ്സ റെഡി. നമ്മുടെ കയ്യിൽ കൊണ്ട് തന്നെ ഈ പിസ്സ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. പിസ്സയിൽ നമുക്ക് ഓപ്ഷണലായിട്ട് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ പൗഡർ ഇതൊക്കെ ഇടാവുന്നതാണ്. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇടുന്നില്ല. ഇത് കണ്ടോ, ആ ദോശയുടെ ഫ്ലെക്സിബിലിറ്റിയും പിസ്സയുടെ ആ ഒരു സ്റ്റെബിലിറ്റിയും കൂടി നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദോശയുടെ മുരിപ്പും ആ മൊരിച്ചിലും അതുപോലെ തന്നെ ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ദോശ പിസ്സ? അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? സ്റ്റൈലായിട്ടില്ലേ? നല്ല ടേസ്റ്റിയുമാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടി. നിങ്ങളിതൊന്ന് നിങ്ങളുടെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. കോവിഡിൻ്റെ സമയമാണ്, പുറത്തുനിന്ന് പിസ്സ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കൊണ്ടുതരുന്ന ഡെലിവറി ബോയുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി ടേസ്റ്റി പിസ്സയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യണേ, എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. വ്യത്യസ്തമായതും രസകരവുമായ പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണുന്നവരേക്കും ദിസ് ഈസ് യുവർ അനുരൂപ് ജി സൈനിങ് ഓഫ്.